ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് സ്പൈസി ആയിട്ടുള്ള ഒരു വിഷയമാണ്. ഇങ്ങനെ സ്പൈസി ആയിട്ടുള്ളൊരു വിഷയം എന്ന് പറയുമ്പോൾ പലർക്കും നമ്മൾ സെക്സിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് തോന്നുന്നുണ്ടായിരിക്കും. നമ്മൾ സെക്സിനെ കുറിച്ചല്ല, നമ്മൾ ഒരു ലവ് മേക്കിംഗ് എന്ന ഒരു സംഗതിയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ സെക്സും ലവ് മേക്കിംഗ് തമ്മിലുള്ള വ്യത്യാസം എന്നൊക്കെ ഒരു പക്ഷേ നമ്മുടെ മൈൻഡിൽ വരുന്നുണ്ടായിരിക്കും. രണ്ടും ഒന്നല്ലേ എന്നൊക്കെ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ രണ്ടും ഒന്നാണെന്ന് പറയാം. പക്ഷേ അങ്ങനെയല്ല, അതൊന്ന് കുറച്ച് ഡിഫറൻ്റായ സെക്സ് എന്ന് പറയുന്നതിൽ നിന്ന് കുറച്ച് ഡിഫറൻ്റായ ഒരു സാധനമാണ് ലവ് മേക്കിംഗ്. അത് നമുക്കറിയാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ പുതുതായിട്ട് പലതും ഇവിടെ പറയുന്നൊന്നുണ്ടായിരിക്കില്ല, കാരണം ഞാൻ ഇതിൽ അത്ര എക്സ്പേർട്ടൊന്നുമല്ല. അപ്പോൾ ഞാൻ കേട്ട അനുഭവങ്ങളിൽ നിന്ന്, കണ്ട അനുഭവങ്ങളിൽ നിന്നും, സിനിമകളിൽ നിന്നും, എൻ്റെ ചുരുക്കം അറിവുകളിൽ നിന്നും, ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കിയതെന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പങ്കുവെക്കുന്നത്. നിങ്ങൾ എന്നെയൊക്കെ എക്സ്പേർട്ടായി ഒരുപാട് ആളുകളുണ്ടായിരിക്കും ഇത് കാണുന്നവർ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് അതൊക്കെ പങ്കുവെക്കാൻ, കമൻറ്റ് സെക്ഷനിൽ പങ്കുവെക്കാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലത്. അപ്പോൾ എനിക്ക് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ സാധിക്കുമല്ലോ. അപ്പോൾ നമ്മളിവിടെ പറയുന്നത് ലവ് മേക്കിങ്ങിനെ കുറിച്ചാണ്. എങ്ങനെയാണ് ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു സെക്സ് നടപ്പിലാക്കുക എന്നൊക്കെ പ്രയോഗിക്കുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു ബ്യൂട്ടിഫുള്ളായ ഒരു ലവ് മേക്കിംഗ്, അതിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ നോക്കുന്നത്. അപ്പോൾ പൊതുവേ നമ്മൾ ഒരു റിലേഷൻഷിപ്പ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഞാനിവിടെ ഉദ്ദേശിക്കുന്ന റൊമാൻറ്റിക്കായ റിലേഷൻഷിപ്പാണ് കേട്ടോ. റൊമാൻറ്റിക്കായ റിലേഷൻഷിപ്പിൽ ആളുകൾ ഏർപ്പെടുന്ന രണ്ടുപേരും, ഇപ്പോൾ ഒരാണും പെണ്ണും ഏർപ്പെടുകയാണെന്ന് വിചാരിക്കാം. അങ്ങനെ ഏർപ്പെടുന്ന സമയത്ത് ഇവരുടെ എന്തായാലും ഒരു ലവ് മേക്കിംഗ് അല്ലെങ്കിൽ ഒരു ഫിസിക്കലായിട്ടുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഇന്നെവിറ്റബിളായ ഒന്നാണ്, ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ്. ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാൻ പറ്റും, അതായത് ശാരീരികമായ ബന്ധത്തിൻ്റെ ആവശ്യമില്ല, മാനസികമായ ഒരു ഐക്യമാണ് വലുത്, അതാണ് ഏറ്റവും പ്യുവറായിട്ടുള്ള ഒരു എന്താ പറയുക പ്രണയം എന്നൊക്കെ. അണ്ടിയാണ്. അപ്പോൾ നിങ്ങളുടെ ആളുകൾ എന്താ വെച്ചാൽ പലരും ഈ ഒരു രീതിയിലൊക്കെ അങ്ങനെ പറയുന്നുണ്ടായിരിക്കാം. അത് അങ്ങനെയുള്ള ബന്ധങ്ങളില്ലാത്ത, അല്ലെങ്കിൽ ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ വെറുതെ ദിവാസ്വപ്നം കണ്ടു നടക്കുന്ന ആളുകൾ, കവികളും കഥാകാരന്മാരും കഥാകാരികളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള വേറെന്തോ ഒരു സാധനമായിരിക്കും അത്. അപ്പോൾ ഇവിടെ നമുക്കൊരാളെ റൊമാൻറ്റിക്കായിട്ട് ഇഷ്ടമാണെങ്കിൽ അവരുമായിട്ടൊരു ലവ് മേക്കിങ്ങിൽ ഏർപ്പെടാൻ നമുക്ക് മനുഷ്യന്മാരാണെങ്കിൽ ഒരു തോന്നലുണ്ടായിരിക്കും, ഒരു ഇതുണ്ടായിരിക്കും എന്നാണ് എൻ്റെ ഒരു ഇത്. അപ്പോൾ ഇവിടെ ഇതിൽ പങ്കെടുക്കുന്ന ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, ഇവർ രണ്ടുപേരെയും ഈ ഒരു സംഗതിയെ അപ്രോച്ച് ചെയ്യുന്നത്, സമീപിക്കുന്നത്, നോക്കിക്കാണുന്നത് ഒരേപോലെ ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇപ്പോൾ ഒരാണ് ലവ് മേക്കിങ്ങിനെ അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ റിലേഷനെ നോക്കിക്കാണുന്നതും ഫിസിക്കൽ കണക്ഷനെ നോക്കിക്കാണുന്നതും അപ്രോച്ച് ചെയ്യുന്ന രീതിയും, ഒരു പെണ്ണ് ഫിസിക്കൽ ആയിട്ടുള്ള ഒരു കണക്ഷനെ അപ്രോച്ച് ചെയ്യുന്ന രീതിയും എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കാം. ഇപ്പോൾ പൊതുവേ പറയപ്പെടുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പുരുഷന്മാർ സ്ത്രീയെ അല്ലെങ്കിൽ സ്ത്രീ ശരീരത്തെ ഒബ്ജക്റ്റിഫൈ ചെയ്ത് കാണാൻ, അല്ലെങ്കിൽ സ്ത്രീയെ ഒബ്ജക്റ്റായിട്ട് കാണാൻ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ ശ്രമിക്കുന്നു. അവരങ്ങനെയാണ് വയേർഡായിട്ടുള്ളത് എന്നൊക്കെ ഞാൻ അവിടെ ഇവിടെ കണ്ടിട്ടുണ്ട്. പക്ഷേ എല്ലാ പുരുഷന്മാരും അങ്ങനെയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അതേപോലെ സ്ത്രീകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ സബ്ജക്റ്റീവായിട്ടാണ് പുരുഷനെ സമീപിക്കുന്നത് എന്നൊരു സംഗതി. അതായത് അവരൊന്നും ഒരു കാര്യം ക്ലിയറായിട്ട് അവതരിപ്പിക്കൂല സ്ത്രീകൾ എന്ന് ഞാൻ ഒരു വീഡിയോ ഇതിനിടയ്ക്ക് കാണലുണ്ടായി. ഞാൻ ആ ഒരു വീഡിയോൻ്റെ റിയാക്ഷൻ വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചൊരു വീഡിയോ ആണ് കേട്ടത്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന കുറച്ച് പോയിൻറ്റുകൾ മാത്രമേ ഇവിടെ പറയുന്നുണ്ടാവുള്ളൂ, ബാക്കി നമുക്ക് പിന്നീട് സംസാരിക്കാം ജീവനോടുണ്ടെങ്കിൽ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്നത്, പുരുഷൻ എന്ന് പറയുന്നത് എന്താണോ വേണ്ടത് അത് ക്ലിയറായിട്ട് സംസാരിച്ചിരിക്കും, ഐ വാണ്ട് ദിസ് എന്നൊരു രീതിയിൽ. സ്ത്രീ പക്ഷേ ഡയറക്റ്റായിട്ട് സംസാരിക്കൂല എന്നൊരു സംഭവമാണ് ആ വീഡിയോയിൽ പറയുന്നത്. അതായത് ഇപ്പോൾ ഒരു സ്ത്രീയോട് ചോദിക്കുകയാണ്, എന്താണ് നിൻ്റെ വിഷയം, പ്രശ്നം എന്താണെന്ന് ചോദിക്കുമ്പോൾ അവൾ പറയുക, എനിക്ക് തലവേദനിക്കണം അല്ലെങ്കിൽ വയറ് വേദനിക്കണം. അങ്ങനെ പറയുമ്പോൾ നമ്മൾ നേരെ അവളെ ആശുപത്രി കൊണ്ടുപോയി, അല്ലെങ്കിൽ തലവേദനയ്ക്കുള്ള മരുന്ന് കൊടുക്കുക, വയറുവേദനയ്ക്കുള്ള മരുന്ന് കഴിക്കാൻ പറയുക, കൊടുക്കുകയോ ചെയ്തിട്ട് കാര്യമില്ല എന്നാണ് പറയുന്നത്. അതായത് അവളോട് നമ്മൾ വീണ്ടും ചോദിക്കണത്രേ, എന്താണ് പറ്റിയത്, എന്താണ് വിഷയം. അപ്പോൾ അങ്ങനെ പതുക്കെ ദിവസങ്ങൾ എടുത്തിട്ട് അവളിങ്ങനെ പറയത്രേ, എനിക്കിതാണ്, നിങ്ങൾ എന്നോട് സംസാരിക്കുന്നില്ല, എന്നെ കെയർ ചെയ്യുന്നില്ല, എന്നെ അപ്രിഷ്യേറ്റ് ചെയ്യുന്നില്ല, എന്നെ റൊമാൻറ്റിക്കായിട്ട് ടച്ച് ചെയ്യുന്നില്ല, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ. പുരുഷൻ ഡയറക്റ്റായിട്ട് പറയും, എനിക്കിതാണ് വേണ്ടത് പറഞ്ഞിട്ട്. ഇപ്പോൾ ഡയറക്റ്റായിട്ട് പറയും, ഇത്ര എനിക്ക് സെക്സ് വേണം, എന്നിട്ട് അവർ അതിൽ ഏർപ്പെടുന്നൊക്കെ പറയണം. എനിക്ക് പക്ഷേ ഈ സാധനം അത്ര ഡൈജസ്റ്റ് ചെയ്യുന്നില്ല. അത് ഞാൻ കല്യാണം കഴിക്കാത്തത് കൊണ്ടാണോ, അതോ എനിക്ക് അതിന് മാത്രമുള്ള ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഇല്ലാത്തത് കൊണ്ടാണോ, അല്ലെങ്കിൽ ഞാൻ ഇതിൽ എന്താ പറയുക തീരെ എക്സ്പേർട്ട് അല്ലാത്തത് കൊണ്ടാണോ എന്നറിയില്ല, അതോ ഞാൻ ആണല്ലാത്തത് കൊണ്ടാണോ എന്നറിയില്ല. ഞാൻ ഈ പറഞ്ഞ കോലത്തിലുള്ള ഒരാണല്ല. അതായത് എന്നെ സംബന്ധിച്ചോളം, അതായത് ഇവിടെ പറയുന്നത് ആണെന്ന് പറയുന്നത് അത്ര ഇമോഷണലായിട്ടല്ല കാര്യങ്ങൾ നോക്കിക്കാണുന്നത്, പക്ഷേ പെണ്ണ് ഇമോഷണലായിട്ടാണ് നോക്കിക്കാണുന്നത് എന്നൊക്കെയാണ് പറയുന്നത്.
ആണിന് ഈ കാഴ്ച കൊണ്ടുണ്ടാവുന്ന ഒരു രസമാണ് രതിസുഖം എന്നൊക്കെ പറയുന്നത്. അതേപോലെ ഓർഗൺ വെച്ചിട്ടുള്ള ഒരു മൂമെൻറ്റിലാണ് അവർക്ക് രതിസുഖം കിട്ടുന്നത് എന്നൊക്കെയാണ് പറയുന്നത്. അതേപോലെ പക്ഷേ പെണ്ണിന് അങ്ങനെയല്ല, പെണ്ണിനത് ഇമോഷണലായിട്ടുള്ളൊരു സംഗതിയാണ് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ആലോചിച്ച് ഇതെന്ത് സംഭവം മറ്റും. അപ്പോൾ നമുക്ക് ഈ പറയുന്ന പോയിന്റുകളൊക്കെ ഒന്ന് നിങ്ങളൊരു മൈൻഡിൽ വെക്കുക, ഒരു ഇൻട്രൊഡക്ഷൻ പോലെ എടുത്താൽ മതി കേട്ടോ. ഇനിയാണ് നമ്മുടെ കാര്യത്തിലേക്ക് വരുന്നത്. എന്താണ് ലവ് മേക്കിംഗ്? ലവ് മേക്കിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സംഗതി ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ ഒരാളെ നമ്മൾ അവരുടെ ശരീരം മാത്രമായി കാണാതെ, അത് ഈ സെക്സ് എന്നതിനെ നമ്മൾ രണ്ട് ശരീരങ്ങൾ തമ്മിലുള്ള ഒരു ടച്ച്, ഒരു മൂമെൻറ്റ് എന്ന് മാത്രമായി ഒതുക്കാതെ അതിനപ്പുറത്തേക്ക് അതിനെ എന്താ പറയുക, ഇമോഷണലായിട്ടുള്ള അതിൻ്റെ ഒരു വശം മനസ്സിലാക്കി രണ്ട് വ്യക്തികൾ അവരുടെ പാഷൻസ്, അവരുടെ ഇമോഷൻസ്, അതുപോലെ അവരുടെ സോൾ, ആത്മാക്കൾ എന്നൊക്കെ പറയില്ലേ. ആത്മാക്കൾ എന്ന് പറഞ്ഞാൽ പ്രേതം എന്നല്ല കേട്ടോ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ അവരുടെ ഉള്ളിലുള്ള ഒരു സാധനം ഉണ്ടല്ലോ, ഇതൊക്കെ പരസ്പരം ഷെയർ ചെയ്യുന്ന, വളരെ സോഫ്റ്റായ ഇമോഷൻസൊക്കെ ഷെയർ ചെയ്യുന്ന, അല്ലെങ്കിൽ അങ്ങനെ പരസ്പരം കണക്ട് ചെയ്യപ്പെടുന്ന ഒരു സംഗതിയാണ് ലവ് മേക്കിംഗ് എന്നുള്ളത്. അപ്പോൾ അത് ലവ് മേക്കിംഗ് എന്നുള്ളത് ഇപ്പോൾ പെട്ടെന്നൊരു 5 മിനിറ്റ് കൊണ്ട് ഫിസിക്കൽ റിലേഷൻ നടക്കുന്നു, കോയിറ്റസ് നടക്കുന്നു, അങ്ങനെ ഒരു സാധനമല്ല. ലവ് മേക്കിംഗ് എന്ന് പറയുന്നത് ടൈം എടുത്ത് അല്ലെങ്കിൽ ഫോർപ്ലേ ഒക്കെ ചെയ്ത് രണ്ടുപേരും ശരീരത്തെ കൃത്യമായി അറിഞ്ഞ് വളരെ ഓപ്പണായിട്ട് ചെയ്യുന്ന ഒരു സംഗതിയാണ്. ഓപ്പൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരെ പുറത്തു നിന്നിട്ട് ചെയ്യണമെന്നല്ല ഉദ്ദേശിച്ചത്. ഇപ്പോൾ നമ്മൾ ബെഡ്റൂമിലാണെങ്കിൽ അത് പരസ്പരം മടിയൊന്നുമില്ലാണ്ട് വളരെ എന്താ പറയുക, ഓപ്പണായിട്ട് നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ, നമ്മുടെ പാർട്ട്ണറെ, ഓപ്പോസിറ്റ് നിൽക്കുന്നതല്ല, നമ്മുടെ പാർട്ട്ണറെ, ആ പാർട്ട്ണറെ സ്നേഹത്തോടു കൂടിയും ബഹുമാനത്തോടു കൂടിയും, അതേപോലെ തന്നെ അയാൾ എങ്ങനെയാണോ അത് അങ്ങനെ തന്നെ ഉൾക്കൊണ്ടുകൊണ്ട് അയാളെ സ്പർശത്തിലൂടെയും അതേപോലെ തന്നെ നോട്ടത്തിലൂടെയും ഒക്കെ നമ്മുടെ ശ്വാസത്തിലൂടെ പോലും അറിയുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഉമ്മയല്ല നമ്മുടെ ഒരു ആത്മാവിനെ, ഇമോഷൻസിനെയൊക്കെ ഷെയർ ചെയ്യപ്പെടുന്ന ഒരു സംഗതിയാണ് ലവ് മേക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ലവ് മേക്കിംഗ് എന്നുള്ളതിൽ വളരെ സോഫ്റ്റായിട്ടുള്ള, ഇപ്പോൾ നെറ്റിയിൽ ഉമയ്ക്കുക, അല്ലെങ്കിൽ ഇവിടെ തലോടുക, അല്ലെങ്കിൽ കവിളിൽ സ്പർശിക്കുക, അല്ലെങ്കിൽ എന്താ പറയുക മൂക്കിൻ്റെ എൻഡിൽ ടച്ച് ചെയ്യുക, ലിപ്സിൽ ജസ്റ്റ് ടച്ച് ചെയ്യുക, ഇങ്ങനെയുള്ള വൈൽഡ് അല്ലാത്ത വളരെ കെയർ ചെയ്യുന്ന ഇങ്ങനെ കുറേ സംഗതികളൊക്കെ ഉണ്ടായിരിക്കും. ഇപ്പോൾ എല്ലാം കൂടി ഉണ്ടാവണമെന്നില്ല, അത് ഓരോരുത്തരോ രീതിയിലാണ്. ഇതിനൊക്കെ വളരെ പ്രാധാന്യമുണ്ട്. അതേപോലെ തന്നെ പെട്ടെന്ന് സഡനായിട്ട് നമ്മുടെ എന്താ പറയുക ഒരു ഇൻ്റർകോഴ്സിലേക്ക് കിടക്കുന്ന ഒരു സാധനം അല്ലത്. ഇത് എന്താ പറയുക, നമ്മൾ പറയൂലേ, ഈ നമ്മൾ ഓരോ ലേയേഴ്സായിട്ട് നമ്മുടെ ഉള്ളിലേക്ക് വളരെ പരസ്പരം മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ആത്മാവിലേക്ക് ഇറങ്ങി ചെല്ലുന്ന ഒരു സംഗതിയാണ് ഇത്. അതൊരു ഇമോഷണൽ തലത്തിലേക്ക് വല്ലാത്തൊരു വിശാലമായ അല്ലെങ്കിൽ ആഴത്തിലുള്ള ഇമോഷണൽ തലത്തിലേക്ക് എത്തിപ്പെട്ടിട്ട് ഒരു ഓർഗാസം ഒരു ലെവലിലേക്ക് എത്തിപ്പെട്ട് വളരെ സാറ്റിസ്ഫൈഡ് ആക്കുന്ന, നമ്മളെ എന്താ പറയുക, നമുക്ക് ഈ ആനന്ദാശ്രു എന്നൊക്കെ പറയുന്ന സാധനമൊക്കെ ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ എന്താ പറയുക, നമുക്ക് അത്രയോളം സാറ്റിസ്ഫാക്ഷൻ തരുന്ന, ഒരു മഞ്ഞുതുള്ളീനെ പോലെ, അല്ലെങ്കിൽ കുളി കഴിഞ്ഞ് നമ്മൾ ഒരു ഫ്രഷ് ആയിട്ട് വരുന്ന ഇതൊക്കെ കിട്ടുന്ന, നമ്മുടെ ബോഡിയൊക്കെ വളരെ സോഫ്റ്റായി തീരുന്ന, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു പ്രോസസ്സ്, അങ്ങനെയുള്ള ഫിനോമിനനാണ് ലവ് മേക്കിംഗ് എന്നത്. ഇങ്ങനെയാണ് പൊതുവേ ആളുകൾ ലവ് മേക്കിങ്ങിനെ കാണുന്നത്. അപ്പോൾ എനിക്കിതിൻ്റെ ഒരു സംഗതി എന്താ വെച്ചാൽ, പൊതുവേ കേരളത്തിൻ്റെ ഒരു അല്ലെങ്കിൽ ഇന്ത്യൻ ഒരു കല്യാണ മാർക്കറ്റിൽ, കല്യാണ വ്യവസ്ഥയിൽ, മാരേജ് ഇതിൽ ആളുകൾക്ക്, ഹസ്ബൻഡ് ആയിക്കോട്ടെ വൈഫ് ആയിക്കോട്ടെ, ലവ് മേക്കിംഗ് എന്ന് പറയുന്നത് വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല എന്ന് തോന്നുന്നു. കാരണം എന്താ വെച്ചാൽ ഇവിടെ കല്യാണം എന്ന് പറഞ്ഞാൽ വ്യക്തികൾ തമ്മിലുള്ളൊരു കണക്ഷൻ എന്നതിനപ്പുറത്തേക്കും രണ്ട് ഫാമിലികൾ തമ്മിലുള്ള ഒരു കണക്ഷൻ എന്ന രീതിയിൽ, ഒരു ഈക്വൽ സ്റ്റാറ്റസ് ഉള്ള ആളുകൾ, അല്ലെങ്കിൽ കോമ്പാറ്റബിൾ ആയിട്ടുള്ള രണ്ട് ഫാമിലികൾ ഒത്തുചേരുന്നു എന്നുള്ള ലെവലിലാണ് കല്യാണത്തിൽ നോക്കിക്കാണെന്ന് തോന്നുന്നു. അങ്ങനെ നോക്കിക്കാണുമ്പോൾ പ്രശ്നം എന്താ വെച്ചാൽ, ഇതിലിടപെടുന്ന, കല്യാണം എന്നുള്ള സെറ്റപ്പിലേക്ക് ഇടപെടുന്ന, പിന്നീട് ഭാര്യയും ഭർത്താവ് ആവുന്ന ആളുകളുണ്ടല്ലോ, വ്യക്തികളുണ്ടല്ലോ, ഇവർ തമ്മിൽ ഈ ഒരു കോമ്പാറ്റബിലിറ്റി ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അവർക്ക് എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കല്യാണം കഴിഞ്ഞ് കുട്ടികളുണ്ടാവുക, ആ ഒരു സാധനത്തിന് മാത്രമാണ് അവർ സെക്സ് എന്നുള്ളതിന്, ഫിസിക്കൽ റിലേഷൻ ഒരു പക്ഷേ ഉപയോഗിക്കുന്നുണ്ടായിരിക്കും. അല്ലെങ്കിൽ അപ്പോഴത്തെ ഫ്രസ്ട്രേഷൻ തീർക്കുക, അല്ലെങ്കിൽ ഒരാളെ എന്താ പറയുക നിയന്ത്രിക്കാനോ അധീനതയിലാക്കാനോ വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡ്, ഒരു ടൂളായിട്ട് ശരീരത്തെ നോക്കിക്കാണുന്ന ഒരുപാട് ആളുകൾ, വ്യക്തികൾ നമ്മുടെ ഇടയിലുണ്ടായിരിക്കും അല്ലേ. ഇത് പലപ്പോഴും ഇവർ പുറത്ത് പറയണമെന്നൊന്നുമില്ല, പക്ഷേ പലരും ലൈഫ് ഇങ്ങനെയായിരിക്കും.
അപ്പോൾ ഇവിടെ ലവ് മേക്കിംഗ് എന്നുള്ളൊരു സാധനം എന്താ വെച്ചാൽ കുറേയൊക്കെ എന്താ വെച്ചാൽ ഇപ്പോൾ തുടക്കത്തിലെ ഇമോഷണൽ കണക്ഷൻ അങ്ങനെ ഉള്ള ആളുകളുണ്ടായിരിക്കും. അവർ ഒരു ഫിസിക്കൽ റിലേഷനിലേക്ക് പോകുന്ന സമയത്ത് അതൊരു വല്ലാത്ത വളരെ സൗന്ദര്യാത്മകമായ ഒരു ഈസ്തറ്റിക് സെൻസിലേക്ക് ഉള്ള ഒരു കോലത്തിലേക്ക് ആ സാധനം മാറും. പക്ഷേ ചില ആളുകൾ വെച്ചില്ലേ അവർ തുടക്കത്തിൽ ഇമോഷണൽ കണക്ഷൻ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഒന്നും ഉണ്ടാവില്ല. പക്ഷേ കല്യാണം കഴിഞ്ഞിട്ടായിരിക്കും പിന്നീട് ഇവർ മനസ്സിലാക്കുന്നുണ്ടായിരിക്കും. അതായത് എന്താണ് ഇവർ അതിയായ ആഗ്രഹം, എന്താണ് ഇവരുടെ പാഷൻസ്, എന്താണ് ഇവരുടെ പേടികൾ എന്താണെന്നൊക്കെ. അപ്പോൾ ഒരാൾ നമ്മളൊരു പാർട്ട്ണറോട് നമ്മൾ പരമാവധി ഓപ്പണായിരിക്കുക വിചാരിക്കാം. ഈ ഓപ്പണായിട്ടിരിക്കുക എന്ന് പറയുമ്പോൾ കറണ്ട് പോയി. അപ്പം നമ്മുടെ പാർട്ട്ണറോട് അത്രയും ഓപ്പണായിട്ട് ഇരിക്കുകയാണെങ്കിൽ ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പാർട്ട്ണറോട് അയാളുടെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട്, എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുക എന്നല്ല, അതായത് നമ്മുടെ ഒരു ഒറിജിനലായിട്ടുള്ളൊരു ഇതുണ്ടല്ലോ, എസെൻസ് ഉണ്ടല്ലോ. ഈ എസെൻസ് നമ്മൾ ആൾക്ക് മനസ്സിലാക്കി കൊടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ എന്താ ഗുണമെന്ന് വെച്ചാൽ അത് മറ്റേ ആളിൽ നമ്മളെ അതേപോലെ അക്നോളേജ് ചെയ്യാനുള്ള, ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു സംഗതി ഉണ്ടായിരിക്കും. അപ്പോൾ ഒന്ന് ആലോചിക്കുക, എത്ര ബ്യൂട്ടിഫുൾ ആയിരിക്കും രണ്ടുപേരും ഇങ്ങനെ പരസ്പരം ഓപ്പണായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇത് ഈ ലവ് മേക്കിംഗ് എന്നുള്ള ഒരു സാധനത്തിലേക്ക്, അതായത് അത് വല്ലാത്തൊരു രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യും, നല്ല പോസിറ്റീവായ രീതിയിൽ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ചില ആളുകൾ ലവ് മേക്കിംഗ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്താ വെച്ചാൽ ഈ ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ, അത് കഴിഞ്ഞിട്ട് ബെഡ്റൂമിൽ പുറത്ത് നല്ല മഴ പെയ്യുന്നു, അങ്ങനെ വളരെ റൊമാൻറ്റിക്കായ ഒരു സംഭവം, അല്ലെങ്കിൽ സോഫ്റ്റായിട്ടുള്ള മ്യൂസിക്കൊക്കെ വെച്ചിട്ട് എന്നിട്ടുള്ള വളരെ റൊമാൻറ്റിക്കായിട്ടുള്ള സെക്സ് ആണ് ഉദ്ദേശിക്കുന്നത്. ഇതല്ല ലവ് മേക്കിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു പക്ഷേ ഇങ്ങനെയുള്ള ആംബിയൻസൊക്കെ കൊണ്ടുവരുന്നതുകൊണ്ട് നല്ലൊരു ലവ് മേക്കിംഗ് ഉണ്ടായേക്കാം. പക്ഷെ നമ്മളിവിടെ പറയുന്നത് ഇങ്ങനെയുള്ള ഒരു സാധനം മാത്രമല്ല. ഇവിടെ നമ്മൾ പറയുന്നത് ഒരു വ്യക്തി അതേപോലെ മനസ്സിലാക്കിക്കൊണ്ട്, അയാൾ ശരിക്കും എങ്ങനെയാണോ അത് അതേപോലെ മനസ്സിലാക്കിക്കൊണ്ട്, അയാളിപ്പോൾ പെർഫ്യൂം അടിക്കാണ്ട് വന്നിട്ടുണ്ടെങ്കിലും, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ അയാൾ എങ്ങനെയാണോ കംഫർട്ടബിൾ ആയിട്ടുള്ളത് ആ ഒരു അറ്റയറിൽ, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിത്വം അതേപോലെ വെച്ചുകൊണ്ട് നമ്മുടെ മുന്നിൽ ഉള്ളപ്പോൾ നമുക്ക് അയാളെ അത്രത്തോളം സ്നേഹിക്കാൻ കഴിയും. ഞങ്ങൾ ആളുകൾക്ക് അടിപൊളിയായിട്ട് ലവ് മേക്കിൽ ഏർപ്പെടാൻ പറ്റുന്നതാണ് എൻ്റെ ഒരു തോന്നൽ. അപ്പോൾ നമ്മളൊരു പാർട്ട്ണറെ കണ്ടെത്തുന്ന സമയത്ത്, അല്ലെങ്കിൽ നമുക്കൊരു പ്രണയം തോന്നുന്ന സമയത്ത്, അത് ഇമോഷണലായിട്ടൊരു കണക്ഷൻ ഉണ്ടെങ്കിൽ, ഈ ലവ് മേക്കിങ്ങിൻ്റെ ആധാരം എന്നുള്ള ഇമോഷണലായ ഒരു കണക്ഷനായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതായത് ഇമോഷണലായ, മെൻ്റലായിട്ടുള്ള, അതേപോലെ ഇൻ്റലക്ച്വലായിട്ടുള്ള ഒരു കണക്ഷൻ. ഈ ഒരു കോമ്പാറ്റിബിലിറ്റി, ഇമോഷണലായിട്ടുള്ള ഒരു കോമ്പാറ്റിബിലിറ്റി ഉണ്ട്, ഇമോഷണലായിട്ടുള്ള, ഫിസിക്കലായിട്ടുള്ള, മെൻ്റലായിട്ടുള്ള ഒരു കോമ്പാറ്റിബിലിറ്റി ഉണ്ടെങ്കിൽ അതൊരു ഫിസിക്കൽ കണക്ഷനിലേക്ക് വരുന്ന സമയത്ത് വളരെ ബ്യൂട്ടിഫുൾ ആയിരിക്കും തോന്നുന്നു. അപ്പോൾ ഇന്നത്തെ ഡിവോഴ്സ് റേറ്റുകളെക്കുറിച്ച് നോക്കുമ്പോൾ പലരും പറയുന്നത് ഫിസിക്കലി ഞങ്ങൾ അത്രയും കോമ്പാറ്റബിൾ അല്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് പലരും ഡിവോഴ്സിലേക്ക് പോകുന്നത്. അതായത് പല ആളുകൾക്ക് എന്താ വെച്ചാൽ നമ്മൾ ഈ ഇൻ്റർകോഴ്സിലൂടെ, ഓർഗണിലൂടെയുള്ള സാറ്റിസ്ഫാക്ഷൻ മാത്രമല്ല, സാറ്റിസ്ഫാക്ഷൻ ആ ഒരു ഇത് മാത്രമല്ല, പല ആളുകൾക്ക് ഈ വെർബലി, വാക്കുകളിലൂടെ സംസാരിക്കുമ്പോൾ തന്നെ ഓർഗാസം സംഭവിക്കും, അല്ലെങ്കിൽ അവർ സാറ്റിസ്ഫൈഡ് ആയിരിക്കും. അതുപോലെ നോട്ടത്തിലൂടെ പലർക്കും ഇഷ്ടമായിരിക്കും. അതുപോലെ ചില ആളുകൾക്ക് ഇൻ്റർകോഴ്സ് നടന്നില്ലെങ്കിലും കുഴപ്പമില്ല, ഫോർ പ്ലേ നല്ല രീതിയിൽ ഉണ്ടായാൽ മതി, ഓറലായിട്ടുള്ളവരിലുള്ള സെക്സിൽ ഏർപ്പെടുന്നുണ്ടായിരിക്കും, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായിരിക്കും. അപ്പോൾ ഇവിടുത്തെ സംഭവം എന്താ വെച്ചാൽ നമ്മുടെ പാർട്ട്ണറെ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. പലരും എന്താണെന്ന് വെച്ചാൽ പാർട്ട്ണറെ മനസ്സിലാക്കുക എന്നുള്ളതല്ല, നീ എന്നെ മര്യാദയ്ക്ക് മനസ്സിലാക്കിക്കോ പറഞ്ഞിട്ട് നമ്മളായിട്ട് കയറിയിട്ട് അങ്ങോട്ട് കുറേ കാര്യങ്ങളായിരിക്കും. ചില ആളുകൾ അവരുടെ ആവശ്യങ്ങൾ പറയും, മറ്റേ ആൾക്കത് പിടിക്കില്ല. മറ്റേ ആൾ ഇപ്പോൾ എനിക്കിതാണ് ആവശ്യം, ഇങ്ങനെ എന്നോട് ചെയ്യുന്നതാണ് ഇഷ്ടം എന്നൊക്കെ പറയുമ്പോൾ മറ്റേ ആൾക്ക് അത് ഇങ്ങനെ മോശം ആളാണോ എന്നൊക്കെ പറഞ്ഞാൽ അതോടുകൂടി കത്തിക്കൽ കയറുന്നു. ഇതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ എന്താണോ ആവശ്യം അത് അപ്പുറത്തെ ആൾക്ക് പറയാണ്ട് തന്നെ മനസ്സിലാക്കാൻ പറ്റിയ അത്രയും അടിപൊളി അത് ഇതിനകത്തേക്ക്, അതായത് നമ്മളായിട്ട് നിന്നാൽ മതി. അല്ലെങ്കിൽ നമ്മൾ ചോദിക്കാം എന്താണ് വേണ്ടത്, ഇതിൽ ഓക്കെയാണോ, എങ്ങനെയാണ് വേണ്ടത് എന്നൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അതേപോലെ തന്നെ അപ്പുറത്തുള്ള ആൾക്ക് വേണ്ട കാര്യങ്ങൾ നമുക്ക് ചെയ്തു കൊടുക്കാനുള്ള ശ്രമം നടത്താം. അതേപോലെ എനിക്ക് ഇതിൽ തോന്നുന്ന വേറെ കാര്യം എന്താ വെച്ചാൽ, നല്ല സുഹൃത്ബന്ധമുള്ള ആളുകൾ തമ്മിൽ ഇമോഷണലായിട്ടുള്ളൊരു കണക്ഷൻ ഉണ്ട് വിചാരിക്കും. നല്ല സുഹൃത്ബന്ധമുള്ള ആളുകൾ അവർ തമ്മിൽ ഇമോഷണൽ കണക്ഷൻ, പരസ്പരം ആളുകളെയൊക്കെ അറിയുകയൊക്കെ ചെയ്തേക്കാം. അപ്പോൾ അങ്ങനെ എങ്ങനെയാണ് എന്താണോ റിയൽ വൈബ് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അവർ മാരേജ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഒരു പക്ഷേ എന്താ പറയുക കുറച്ചുകൂടി അടിപൊളിയായിട്ട് ജീവിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. അതായത് ഇവരുടെ ഉള്ളിൽ ഈ ഇമോഷൻസിന് പ്രാധാന്യം കൊടുക്കുന്ന ആളുകളാണെങ്കിൽ, മറ്റേ ചില ആളുകൾ ശ്രദ്ധിച്ചില്ല, അവർ ഫിസിക്കലി ആദ്യത്തെ 1-2 ടൈമിലൊക്കെ അടിപൊളിയായിട്ട് ഭീകരമായിട്ട് സാറ്റിസ്ഫൈഡ് ആയിട്ടൊക്കെ ഉണ്ടാവും. പക്ഷേ പിന്നീട് ഇവർക്ക് എന്താ വെച്ചാൽ ഇവർക്ക് മനസ്സിലാവും, അവർ ഇപ്പോൾ ചില ആളുകളൊക്കെ ശ്രദ്ധിച്ചില്ലേ, അവർ വെൽ ഡ്രസ്ഡായിട്ടും അല്ലെങ്കിൽ പെർഫ്യൂം അടിച്ചിട്ടും അങ്ങനെ നിൽക്കുന്ന സമയത്തായിരിക്കും അവരോട് പാർട്ട്ണർക്ക് ഭയങ്കരമായിട്ട് താല്പര്യം ഉണ്ടായിരിക്കും. പക്ഷേ അത് ഞാൻ ഇതിനൊരു എക്സാമ്പിൾ പറഞ്ഞത്. പക്ഷേ ഇത് അങ്ങനെ അല്ലാത്ത അവസ്ഥയിൽ അവർ വരുന്ന സമയത്ത് ഇതൊക്കെ മാറിയിട്ടുണ്ടാവും, ഇൻട്രസ്റ്റ് വിട്ടുണ്ടാവും. ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞത്, ഇപ്പോൾ ഒരാളുടെ എന്തെങ്കിലുമാണ് ഇപ്പോൾ രണ്ടുപേരും തമ്മിൽ സംസാരിക്കേണ്ടി വിചാരിക്കുക, പക്ഷേ അവർ എവിടെയെങ്കിലുമൊക്കെ വെച്ചിട്ട് കാണേണ്ടി വിചാരിക്കുക. അവർ ചിലപ്പോൾ നോട്ടത്തിൽ തന്നെ ഒരു രണ്ടുപേരും കൂടി ഉടക്കിയിട്ട്, ഉടക്കി പറഞ്ഞാൽ അവർ തമ്മിലൊരു ഇത് എത്തിയിട്ട് ഒരു ഹുക്കപ്പ് പോലുള്ള ഒരു വൈബ് ഒരു പക്ഷേ അവർക്ക് വന്നിട്ടുണ്ടായിരിക്കും. ഹുക്കപ്പ് പോലുള്ള വൈബ് എന്ന് പറയാൻ പറ്റുമെന്ന് അറിയില്ല.
ജസ്റ്റ് ലസ്റ്റ് മാത്രമായിരിക്കും ആ സാധനം, ലവ് അവിടെ ഉണ്ടായിരിക്കില്ല. ഈ ലസ്റ്റ് മാത്രം വെച്ചിട്ട് അവരിപ്പോൾ തോന്നുന്നത് ഞങ്ങൾ തമ്മിൽ ഭയങ്കര കോമ്പാറ്റിബിലിറ്റി എന്നൊക്കെ തോന്നിയിട്ട് ഇപ്പോൾ ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പ് ട്രൈ ചെയ്തിട്ടുണ്ടായിരിക്കും. അതും ഓക്കെ അടിപൊളി സാറ്റിസ്ഫൈഡ് ആയിരിക്കും രണ്ടുപേരും. പക്ഷേ ഈ രണ്ടുപേരും അങ്ങനെ ഒരു മാരേജ് റിലേഷൻഷിപ്പിലേക്ക് പോകുന്ന സമയത്ത്, മാരേജിലേക്ക് പോകുന്ന സമയത്ത് ഒരു പക്ഷേ നമ്മുടെ ഈ ഫസ്റ്റ് നൈറ്റും കഴിഞ്ഞിട്ട് പിന്നീടുള്ള ദിവസങ്ങളിൽ ഈ കൗതുകം നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും. കൗതുകം നഷ്ടപ്പെടുന്ന സമയത്ത് പിന്നീടുള്ള ഒരു അവസ്ഥ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് മനസ്സിലാവും നമ്മൾ അന്ന് കണ്ട ഒരു രീതിയിലുള്ള ആളല്ലല്ലോ ഇത്, അതായത് ആളെക്കുറിച്ച് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലായി തുടങ്ങും. അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് ആ തുടക്കത്തിലുണ്ടായിരുന്ന ആ ഒരു സ്പൈസി ആയിട്ടുള്ള സാധനം അല്ലെങ്കിൽ ആ റൊമാൻറ്റിക് സാധനം ഒന്നും തോന്നുന്നില്ലായിരിക്കാം. ചില ആൾ ശ്രദ്ധിച്ചില്ലേ, തുടക്കത്തിൽ ചെബിട്ട് തമ്മിലൊരു ഇമോഷൻ കണക്ഷൻ, അടിപൊളി സ്ട്രോങ് ആയിട്ടുള്ളൊരു ഇമോഷൻ കണക്ഷൻ ഉണ്ട്, ആൾക്കാർ പരസ്പരം അറിയാം, അതിന് ആൾക്കാരെ പരസ്പരം അക്നോളേജ് ചെയ്യുന്നൊക്കെ ഉണ്ട് അല്ലേ. ഞാൻ പറഞ്ഞ ആദ്യത്തെ ടൈപ്പ് സംഗതിയിൽ നമ്മൾ റിയൽ ആയിട്ടുള്ളൊരു ഫേസ് പുറത്തേക്ക് വരുന്ന സമയത്തെ അടുത്ത ആളെ കിട്ടുമ്പോൾ എന്നിട്ട് അയാളെ നമ്മൾ ഫെമിലിയർ ആവില്ലേ, ഫെമിലിയർ ആകുമ്പോൾ ഞാൻ ഇങ്ങനത്തെ ഒരു സാധനമല്ലല്ലോ വിചാരിച്ച് ഇതൊക്കെ അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ടായിരിക്കും. അങ്ങനെയുള്ള റിലേഷൻഷിപ്പുകളോട് എനിക്ക് താല്പര്യമില്ല, അതുകൊണ്ടാണ് എനിക്ക് കല്യാണം കഴിക്കാൻ പേടി. അപ്പോൾ ഇവിടെ രണ്ടാമത്തെ ടൈപ്പ് ഞാൻ പറഞ്ഞു, തുടക്കത്തിൽ ഒരു ഇമോഷണൽ കണക്ഷൻ ഇവർ തമ്മിലുണ്ട് വിചാരിക്കാം. അങ്ങനെയുള്ള ആളുകൾ കുറ്റവും കുറവും എല്ലാ കാര്യങ്ങളും പോരായ്മകളും എന്നൊക്കെ പറയുന്ന എല്ലാ കാര്യങ്ങളും പരസ്പരം ഷെയർ ചെയ്ത് നല്ല രസമായിട്ടിരിക്കുന്ന ആളുകളാണ് വിചാരിക്കുക. അപ്പോൾ ഇവർക്ക് എന്താ വെച്ചാൽ ചില ആളുകൾ ഇത് ഓവറായിട്ട് സംസാരിച്ച് കൊളാൻ കിട്ടും, അങ്ങനെയുള്ള ടൈപ്പ് ആളുകളുണ്ട്. അത് വേറൊരു വിഷയമാണ്, അത് അവിടെ നിൽക്കട്ടെ, വേറെ പോയിൻ്റാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞു തന്ന ആളുകൾക്ക് എന്താണ് എങ്ങനെയെന്നൊക്കെ അറിയാം. അതേപോലെ റീഡിങ് ബിറ്റ്വീൻ ദി ലൈൻസ് എന്ന് പറഞ്ഞ സാധനം, അതായത് നമ്മൾ എന്ത് പറയുന്നു എന്ന് മാത്രമല്ല ആ പറയുമ്പോൾ നമ്മുടെ ശ്വാസം എങ്ങനെ പോകുന്നു, അതുപോലെ ലിപ്പ് മൂവ്മെൻറ്റ് എന്താണ്, അതേപോലെ നമ്മുടെ കണ്ണുകളിലെ ഒരു തിളക്കം ഇതൊക്കെ വെച്ചിട്ട് നമ്മുടെ എവിടെ നമ്മൾ നെടുവേർപ്പിടും ഇതൊക്കെ വെച്ചിട്ട് നമുക്കൊരു അവരെന്താണ് ഉദ്ദേശിച്ചത് അല്ലെങ്കിൽ പറയാത്ത കാര്യങ്ങൾ പോലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇൻറ്റ്യൂഷൻ ഇത് ഫീലിംഗ് ടൈപ്പ് ആളുകൾക്ക് പെട്ടെന്ന് കിട്ടും. ഞാൻ ഒരു ഫീലിംഗ് ടൈപ്പ് വാങ്ങിച്ചു അതുകൊണ്ട് പെട്ടെന്ന് കിട്ടും. ഞാനിപ്പോഴും ഒരാൾ സംസാരിക്കുമ്പോൾ അയാളുടെ വാക്കുകൾ മാത്രമല്ല ശ്രദ്ധിക്കാം. അപ്പോൾ വാക്കുകൾ വെച്ചിട്ട് ഒരാളെ ആക്കാനൊക്കെ ഒരാളെ സെഡ്യൂസ് ചെയ്യാനൊക്കെ വളരെ എളുപ്പമാണ്, ഞാനതിൽ വിശ്വസിക്കില്ല. പക്ഷേ അവരുടെ ഒരു ആത്മാവ് അവർ ഉപയോഗിക്കുന്ന വാക്കുകളിലൂടെ കമ്മ്യൂണിക്കേഷനിൽ പുറത്ത് വരുന്നുണ്ടോ ഇല്ലേ നമുക്ക് അയാളെ കൃത്യമായിട്ട് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നമുക്ക്. അപ്പോൾ ഇങ്ങനെ നമ്മളൊരു അങ്ങനെ ഒരു കോമ്പാറ്റിബിലിറ്റി ഉള്ള ഒരു, അതായത് ദിസ് ഈസ് മൈ പാർട്ട്ണർ അല്ലെങ്കിൽ വി ഷെയർ സംതിങ് ഇൻ കോമൺ എന്നുള്ളൊരു സാധനം നമ്മുടെ ഒരു ഗട്ട് ഫീലിൽ വരികയാണെങ്കിൽ, എന്താ ഗട്ട് ഫീലിൽ വരികയാണെങ്കിൽ അതുമായിട്ട് മുന്നോട്ട് പോയി വിചാരിക്കും. അതായത് ഒരു വൈബുണ്ട്, നല്ല വൈബുണ്ട് രണ്ടുപേരും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ തമ്മിൽ ഈ ഫിസിക്കൽ റിലേഷൻഷിപ്പിൻ്റെ സമയത്ത് നല്ലൊരു കോമ്പാറ്റിബിലിറ്റി ഉണ്ടായിരിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അപ്പോൾ ഇവർക്ക് ഫസ്റ്റ് നൈറ്റിൽ ഭയങ്കര പേടിയായിരിക്കും ബന്ധപ്പെടാനൊക്കെ. പക്ഷേ പിന്നീട് എന്താണെന്ന് വെച്ചാൽ ഇവർ രണ്ടുപേരും സമയമെടുത്ത് ചിലപ്പോൾ ആ ദിവസം ഒന്നും സംഭവിച്ചിട്ടുണ്ടായിരിക്കില്ല, സംസാരിച്ച് രണ്ടുപേരും ഓക്കെ ആയി സെറ്റായി പിന്നീട് വളരെ പതുക്കെ രണ്ടുപേരും എന്നാൽ ഓക്കെ നമുക്ക് ട്രൈ ചെയ്യല്ലേ അല്ലെങ്കിൽ അങ്ങനെ ഒരു വൈബിലേക്ക് അവർ സ്വാഭാവികമായ രീതിയിലേക്ക് ഒരു ഓർഗാനിക്കായ രീതിയിലേക്ക് വന്ന് രണ്ട് പേർക്കും ഓർഗാസം സംഭവിച്ച് അങ്ങനെ നല്ല രസമായിട്ട് ചേർത്ത് പിടിച്ച് കിടക്കുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ. അപ്പോൾ ഈ ഒരു സംഗതിയെക്കുറിച്ചാണ് ഞാൻ ഇവിടെ ലവ് മേക്കിംഗ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ചിലപ്പോൾ വൺ നൈറ്റ് എന്നുള്ളതുകൊണ്ട് തന്നെ ഒരുപാട് തവണ സംഭവിച്ചിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ അതും ഭയങ്കര ഓർഗാസം കിട്ടുന്ന രീതിയിലുള്ള സാറ്റിസ്ഫാക്ഷൻ, ചേർത്ത് പിടിച്ച് കിടക്കുന്ന അവസ്ഥയിൽ, ചെസ്റ്റിനോട് ചേർത്ത് പിടിച്ച് നടക്കുന്ന അവസ്ഥയിൽ കംഫർട്ടബിളായ രീതിയിലുള്ള സംഭവം. ചിലപ്പോൾ പീരിയഡ് സമയത്ത് മറ്റേ ആൾക്കൊരു കംഫർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ബെല്ലിയുടെ അവിടെ ടച്ച് ചെയ്യുന്ന രീതിയോ ഫോർ ഹെഡിലൊരു കിസ്സോ നെക്കിലൊരു കിസ്സോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലും ഒരു സ്പർശമോ ഒക്കെ ഇതൊക്കെ ഈ ലവ് മേക്കിങ്ങിൻ്റെ ഭാഗമാണ്. നമ്മൾ പറഞ്ഞല്ലോ അതൊരു ഓർഗൻ ടു ഓർഗൻ ആ ഒരു സാധനം ആവണമെന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു റിലേഷൻഷിപ്പിന് ഇങ്ങനെയുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന് മടിയൊന്നുമില്ലാണ്ട് വളരെ എക്സ്പ്രസീവായ രീതിയിൽ പേടിയില്ലാണ്ട് എന്താ പറയുക വളരെ ഷെയറിങ് ഉള്ള ഇമോഷണലി കണക്റ്റഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സ്, ഒരു ഫിസിക്കൽ പ്രോസസ്സ് അല്ലെങ്കിൽ ഒരു കോണ്ടാക്റ്റ് അല്ലെങ്കിൽ ഒരു തരത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരു വൺനെസ്, ഒരു മിക്കലിനെയാണ് ഇവിടെ ലവ് മേക്കിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ലവ് മേക്കിംഗ് എന്നുള്ളൊരു സംഗതി പാർട്ട്നേഴ്സ് തമ്മിലുണ്ടെങ്കിൽ അതൊരു ഇന്ത്യൻ മാരേജ് സിസ്റ്റത്തിലേക്ക് വരികയാണെങ്കിൽ എന്ത് രസമായിരിക്കും എന്ന് ആലോചിച്ച് നോക്കും. അപ്പോൾ ഇവിടെ പറയുന്നത് നമ്മൾ സെക്സ് എഡ്യൂക്കേഷൻ പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ സ്കൂളുകളിൽ ക്ലാസ്സുകളും ഒക്കെ വരുന്നുണ്ട്, അല്ലെങ്കിൽ പല ആളുകൾക്കും സെക്സ് എഡ്യൂക്കേഷനെ കുറിച്ചൊന്നും ധാരണയില്ല തോന്നുന്നു. അപ്പോൾ ചെറുപ്പം മുതൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ആൾക്ക് ധാരണയെ കുറിച്ച് അടിപൊളിയാവും തോന്നുന്നു. അപ്പോൾ ഞാനിവിടെ പറഞ്ഞു വന്നൊരു സംഗതി നമ്മൾ എവിടുന്നോ തുടങ്ങി എവിടെ അവസാനിച്ച പോലെയൊക്കെ ആയിരിക്കും തോന്നുന്നുണ്ടെങ്കിൽ എനിക്കിടയ്ക്ക് അങ്ങ് തോന്നുന്നുണ്ട് ഇപ്പോൾ ആലോചിക്കുമ്പോൾ. അപ്പോൾ ഞാൻ പറഞ്ഞ സാധനത്തിനാണ് ലവ് മേക്കിംഗ് എന്നുള്ളത് സെക്സ് ജസ്റ്റ് മിയർ സെക്സ് എന്നതിനപ്പുറത്തേക്ക് അത് വേറെ കുറച്ചുകൂടി ഡിവൈൻ എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല കേട്ടോ. കുറച്ചുകൂടി പാഷനേറ്റ് ആയിട്ടുള്ള, കുറച്ചുകൂടി അടിപൊളിയായിട്ടുള്ള, ഒരുപാട് സ്മൂത്തായിട്ടുള്ള, ഓർഗാനിക് ആയിട്ടുള്ള, ജൈവികമായ രീതിയിലുള്ള ഒരു സംഭവമാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും അങ്ങനെ. പക്ഷേ ഇതിൻ്റെ ഒരു സാഡ് റിയാലിറ്റി എന്താ വെച്ചാൽ ലൈഫിൽ
വിവാഹം കഴിഞ്ഞ് എത്രയോ വർഷങ്ങളായിട്ടും ഒരു വട്ടം പോലും ഓർഗാസം അനുഭവിച്ചിട്ടില്ലാത്ത സ്ത്രീകൾ പുരുഷന്മാരുണ്ട്. പുരുഷന്മാരുടെ എണ്ണം കുറവായിരിക്കും, സ്ത്രീകളുണ്ട് എന്നാണ് കണക്കുകൾ പറയുന്നത്. അപ്പോൾ ഇവിടെ സംബന്ധിച്ച് പലപ്പോഴും നമ്മുടെ ഒരു താല്പര്യം, നമ്മുടെ ഒരു ടേസ്റ്റ്, ഇതൊക്കെ നമ്മുടെ പാർട്ട്ണറോട് പറയാൻ പലപ്പോഴും നമുക്ക് പേടിയാണ്. അത് മറ്റാൾ നെഗറ്റീവായിട്ട് എടുക്കും, എന്താ സംഭവം എന്നൊക്കെ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു കാര്യം ഉണ്ടായിരിക്കും. അത് ക്ലിയറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടാണ്ടിരിക്കുമ്പോൾ പലപ്പോഴും ഈ ഒരു ഫ്രിക്ഷൻ ഉണ്ടായിരിക്കും പരസ്പരം. അത് നമ്മുടെ ബന്ധത്തെയൊക്കെ ബാധിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ പക്ഷേ നമ്മുടെ ആവശ്യങ്ങൾ, കാര്യങ്ങൾ, എന്താണ് നമുക്ക് ഇഷ്ടം, എന്താണ് ഇഷ്ടമല്ലാത്ത, ഇഷ്ടക്കുറവുള്ളത് എന്നൊക്കെ കൃത്യമായിട്ട് തുടക്കത്തിൽ ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ റിലേഷൻഷിപ്പ് തന്നെ അടിപൊളിയാകും തോന്നും. പക്ഷേ ചില ആളുകളില്ല അങ്ങനെ ഷെയർ, അവർ തമ്മിൽ കോമ്പാറ്റബിൾ അല്ലാന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ രണ്ടാളും രണ്ട് വഴിക്ക് പോകുന്നുണ്ടായിരിക്കും. പക്ഷേ ഈ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഗുണം എന്താ വെച്ചാൽ ഒരു ഒളി മറയില്ലാണ്ട് നമുക്ക് ജീവിക്കാൻ സാധിക്കും. എന്നുവെച്ചാൽ പാർട്ട്ണറോട് കള്ളത്തരമൊന്നും ഇല്ലാണ്ട് നമ്മൾ പോലെ നിന്നുകൊണ്ടുള്ള ഒരു സംഗതി. അപ്പോൾ അത് നമ്മുടെ റിലേഷൻഷിപ്പിനെ നല്ല പോസിറ്റീവായിട്ട് എടുക്കും. അതേപോലെ ഒരുപാട് ഗുണം ചെയ്യും. പിന്നെ അവിടുത്തെ ഒരു നമ്മൾ സോൾഫുൾനെസ് പറഞ്ഞ സാധനമില്ലേ, ഈ സോൾഫുൾനെസ് സംഗതിയിലേക്ക് എത്തിക്കാൻ ലവ് മേക്കിങ്ങിന് സാധിക്കും. നമ്മുടെ മൈൻഡ്, ബോഡി, ഇമോഷൻസൊക്കെ ഫ്രഷ് ആയിട്ടിരിക്കും. എല്ലാ തരത്തിലുള്ള ഫ്രിക്ഷൻ ഒഴിവായി കിട്ടും. അതേപോലെ നല്ല രസം ഉണ്ടായിരിക്കും. മനുഷ്യന് കൂളായിട്ട് ഇരിക്കാൻ സാധിക്കും. അപ്പോൾ അത് നല്ല രസമായിരിക്കും അത്. അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് ഈ ആടയാഭരണങ്ങളൊന്നും ഇല്ലാണ്ട്, പുറമോടിയിൽ ഓവറായിട്ടുള്ള കാട്ടിക്കൂട്ടലൊന്നും ഇല്ലാണ്ട് നമുക്ക് നമ്മളായിട്ട് ഇരിക്കാനും പാർട്ട്ണറുമായിട്ട് ഇഴുകിച്ചേർന്ന് ജീവിക്കാനും ഒക്കെ നമുക്ക് സാധിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അത് ഇങ്ങനൊരു വളരെ സുന്ദരമായിട്ടുള്ള സംഗതി ലവ് മേക്കിംഗ് എന്നുള്ളത് എനിക്ക് സത്യത്തിൽ കല്യാണം കഴിക്കാൻ പേടിയാണ്. കാരണം ഞാൻ ആലോചിക്കുന്നത്, ഞാൻ പ്രാധാന്യം കൊടുക്കുന്ന ലവ് മേക്കിങ്ങിനാണ്. ലവ് മേക്കിംഗ് എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ കോൺടാക്റ്റ് മാത്രമല്ല, ഒരു ഇമോഷണൽ കമ്പാനിയനാണ്. അതിലൂടെ ഒരു ഫിസിക്കൽ ലെവലിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ സംഗതി ഐ വിൽ ബി ബ്ലെസ്ഡ് എന്നൊരു സംഗതിയാണ് ഞാൻ ആലോചിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു പാർട്ട്ണറെ ഞാനിതുവരെ കണ്ടെത്തിയിട്ടില്ല. എനിക്കങ്ങനെ ഒരാളോട് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ തിരിച്ച് മറ്റാൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടായിരിക്കില്ല, അല്ലെങ്കിൽ ആ ടൈമിൽ അതങ്ങനെ സംഭവിക്കില്ല. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായിരിക്കും. അതായത് നമ്മൾ ഒരു ടൈമിൽ നമ്മൾ ഇത് ആഗ്രഹിക്കുന്ന സമയത്ത് അവർക്ക് ആഗ്രഹം ഉണ്ടാവില്ല. നമ്മൾ ആഗ്രഹിക്കാത്ത സമയത്ത് കിട്ടിയിട്ട് കാര്യമൊന്നുമില്ലല്ലോ. എനിക്കങ്ങനെ ആഗ്രഹിക്കാത്ത സമയത്ത് ഒരാൾ വന്നു ചേർന്നു എന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞു തരുന്നത്. ഞാൻ പറഞ്ഞു തരുന്ന സംഭവം എന്താ വെച്ചാൽ, നമ്മൾ ചിലപ്പോൾ പ്രത്യേക സമയത്തുമ്പോൾ പിന്നെ നമ്മൾ ട്രൈ ചെയ്യില്ല. പിന്നെ നമ്മൾ പലപ്പോഴും നമ്മളെ ഹൈഡ് ചെയ്ത് വെക്കും. എന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കില്ല. അല്ലെങ്കിൽ നമുക്ക് പേടിയായിരിക്കും. ഇങ്ങനെ ഇപ്പോൾ ഒരാളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ നമ്മൾ ഉപേക്ഷിച്ച് പോവുക, അല്ലെങ്കിൽ എന്താ കാര്യം, അല്ലെങ്കിൽ അങ്ങനെ അതൊരു ധൈര്യം കൂടി വേണമല്ലോ. പക്ഷേ ലൈഫല്ലേ, നമ്മൾ വിചാരിക്കണ പോലെ നടക്കണമെന്നില്ല. തിയറി മാത്രം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പിന്നെ കുറേ റിലേഷൻഷിപ്പുകൾ ട്രൈ ചെയ്യാനുള്ള ധൈര്യമൊന്നും എനിക്കില്ല. കാരണം ഞാൻ ഫീലിംഗ് ടൈപ്പ് ഇൻട്രോവേർട്ടാണ്. ഇൻട്രോവേർട്ടുള്ള ലോകം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ. നിങ്ങൾ മയേഴ്സ് ബ്രിഗ്സ് ടൈപ്പ് ഇൻഡിക്കേറ്റർ MBTI 16 പേഴ്സണാലിറ്റീസിലൊക്കെ വിശ്വസിക്കുന്നുണ്ടോ ഇല്ലയെന്ന് എനിക്കറിയില്ല. വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ചൊക്കെ വിശ്വസിക്കുന്നുണ്ട്. അതിൽ INFP എന്നുള്ളൊരു പേഴ്സൺ, ഞാൻ INFP ഒരു പേഴ്സണാണ്. എനിക്ക് ഇപ്പോൾ സെക്സ് എഡ്യൂക്കേഷൻ എന്നുള്ള സീരീസിലെ ഓട്ടിസ് മിൽബേൺ എന്നുള്ള ക്യാരക്ടറായിട്ട് നല്ലൊരു എനിക്ക് ആ റിസംബ്ലൻസ് എനിക്ക് തോന്നലുണ്ട്, ഓട്ടിസ് മിൽബേൺ. അതേപോലെ തന്നെ മറ്റേ നോർമൽ പീപ്പിളിൻ്റെ മറ്റേ മൂപ്പരില്ലേ, മറ്റേ ചെങ്ങായി, ആ ചെങ്ങായി ചെയ്യുന്ന ചില കാര്യങ്ങളായിട്ട് എനിക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ സാധിക്കണം. നമുക്ക് എല്ലാവരുമായിട്ട് എന്തെങ്കിലുമൊക്കെ രീതിയിൽ കണക്ട് ചെയ്യണ പോലെയൊക്കെ തോന്നുന്നുണ്ടായിരിക്കാം. പക്ഷേ എനിക്ക് ഈ കഥാപാത്രമായിട്ട് നല്ല രീതിയിൽ കണക്ട് ആവുന്ന പോലെ തോന്നുന്നുണ്ട്. അതേപോലെ എന്താ പറയുക, ഞാൻ കുറച്ചുകൂടി ഉള്ളിൽ വളരെ റൊമാൻറ്റിക് ആയ ആളാണ്, പക്ഷേ പുറത്ത് വരില്ല. കാരണം ഭയങ്കര പേടിയാണ്, ഇൻട്രോവേർട്ടറായിട്ടുള്ള സാധനം, ഫീലിംഗ് ടൈപ്പാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു കാര്യമുണ്ട്. അപ്പോൾ എന്നെ വളരെ സോഫ്റ്റായിട്ട്, വളരെ പാഷനേറ്റായിട്ട് ഡീൽ ചെയ്യുന്ന ഒരു പെണ്ണിന് മാത്രമാണ് എനിക്ക് അവളുടെ കൂടെ സേഫായിട്ട് തോന്നുള്ളൂ. ഈ സേഫ്റ്റി ഉണ്ടെങ്കിലാണ് ഞാൻ ബ്ലൂം ചെയ്യുന്നൊരു ഫീൽ ഉണ്ടായിരിക്കണം. അങ്ങനെ ആകുമ്പോഴാണ് ഞങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് അടിപൊളിയാവുള്ളൂ തോന്നുന്നു. പിന്നെ ഞാനൊരു ഗിവറാണ്. അപ്പോൾ എനിക്ക് പൊതുവെ എന്താ വെച്ചാൽ എനിക്കിതാണ് ആവശ്യം ഞാൻ പൊതുവെ അങ്ങനെ പറയില്ല. ഗിവ് ചെയ്യണ ഒരു സംഗതിയാണ് വരല്. പക്ഷേ അപ്പുറത്തേക്കണ ആൾക്കത് സ്വീകരിക്കാനുള്ള ഒരു താല്പര്യം കൂടി ഉണ്ടെങ്കിലാണ് സംഗതി അടിപൊളിയാവുള്ളൂ, അല്ലേ, ബ്യൂട്ടിഫുൾ ആവുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറേ സംഗതികൾ. പിന്നെ ഒരാൾക്കൊരു ബിരിയാണി ഉണ്ടാക്കി കൊടുക്കുകയായിരിക്കാം. അവർക്ക് ബിരിയാണിയോട് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമാണ് അവർക്കത് എൻജോയ് ചെയ്യാൻ സാധിക്കുള്ളൂ. മറ്റേത് അവർക്ക് ബിരിയാണി എൻജോയ് ചെയ്യാൻ സാധിക്കില്ല. അപ്പം നമ്മുടെ കയ്യിലൊരു സംഗതി ഉണ്ട് വിചാരിച്ച് മറ്റേ ആൾക്കത് ഇഷ്ടമാവണമെന്നില്ല. മറ്റേ ആൾക്ക് ചിലപ്പോൾ അത് ഭയങ്കര പൊളിഞ്ഞായിട്ടുള്ള എന്തെങ്കിലും ആയിട്ടൊക്കെ തോന്നുന്നുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട്. ഇത് മാത്രമല്ല, വേറെയും കാരണങ്ങളുണ്ട്. നമുക്ക് നമ്മുടേതായ അപര്യാപ്തതകളും പോരായ്മകളും ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ആണുങ്ങളെക്കുറിച്ചുള്ള പൊതുവേ ഉള്ളൊരു കാഴ്ചപ്പാടുണ്ടല്ലോ, സെക്സിനെ കുറിച്ചും റിലേഷൻഷിപ്പുകളെ കുറിച്ചും ലവ് മേക്കിങ്ങിനെ കുറിച്ചും. അപ്പോൾ ഞാൻ അങ്ങനെ വീഡിയോസ് കാണുമ്പോൾ ഞാൻ ആലോചിക്കുന്നുണ്ട്, ഇങ്ങനെയല്ലല്ലോ, എനിക്ക് ഇതൊന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സംഗതിയാണല്ലോ എനിക്ക് വർക്ക് ചെയ്യുന്നത്, എനിക്കിങ്ങനെയാണല്ലോ തോന്നുന്നത്, കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണല്ലോ തോന്നുന്നത്. അപ്പോൾ എന്ത് ഞാനാണല്ലേ എന്നൊക്കെ. അപ്പോൾ ഞാനിത് എവിടെയെങ്കിലും ഒന്ന് ഷെയർ ചെയ്യുമെന്ന് വിചാരിച്ചു. ഞാൻ ഒരുപാട് കുറേയൊക്കെ പേടിച്ചിട്ടും എന്നാൽ കുറച്ച് റെബല്യസ് ആയ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ. അപ്പോൾ എന്താ വെച്ചാൽ അങ്ങോട്ട് ഷെയർ ചെയ്യാം എന്നുള്ള ആ ഒരു ധൈര്യം എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഞാനിവിടെ ഇടുന്നത്. ഈ വീഡിയോ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയില്ലെന്നൊന്നും അറിയില്ല. അപ്പോൾ എന്തായാലും ഇത് ഞാനിവിടെ ഷെയർ ചെയ്യാണ്. ആർക്കെങ്കിലും ഞാൻ പറഞ്ഞ കാര്യമായിട്ട് കണക്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കിതൊരു എന്തെങ്കിലുമൊക്കെ രീതിയിലുള്ള സമാധാനം കിട്ടണമെങ്കിൽ അത് തന്നെയാണ്
എനിക്ക് കുറച്ച് സന്തോഷം തരുന്നൊരു കാര്യങ്ങളിലൊന്ന് എന്ന് വിശ്വസിക്കുന്നു. എനിക്കിപ്പോൾ അപ്പോൾ ശരി, വേറെ വിഷയമായിട്ട് വരാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളും എന്തെങ്കിലുമൊക്കെ സംഗതികളുണ്ടെങ്കിൽ പറ്റുകയാണെങ്കിൽ കമൻറ്റിലൊക്കെ രേഖപ്പെടുത്താം. ഇപ്പോൾ signing off, an introvert INFP person from Kerala. Thank you.